ഇത് ഇന്ത്യ മഹാരാജ്യത്ത് കഴിഞ്ഞ 3 വർഷങ്ങളായിട്ട് കർഷകർ സമരത്തിലാണ്. ഇന്ത്യയിൽ പഞ്ചാബിലും ഹരിയാനയിലും ഒക്കെ തന്നെ കർഷകർ നിരന്തരമായ സമരങ്ങളിലും പ്രക്ഷോഭങ്ങളിലുമാണ്. കാര്യം കർഷകരുടെ യഥാർത്ഥമായ ആവശ്യമെന്ന് പറയുന്ന താങ്ങുവില പോലെയുള്ള അല്ലെങ്കിൽ പ്രത്യേക പാക്കേജ് പോലെയുള്ള എല്ലാ ആകെ കർഷകരെ കുറിച്ച് ആകെ പരാമർശിച്ചത് എന്താണ്? ബീഹാറിൽ താമര വിത്തുകൾ എന്താണ് വിരിയിക്കാൻ വേണ്ടി ഒരു ബോർഡ് കൂടും. ഇതാണോ യഥാർത്ഥത്തിൽ ഇന്ത്യയിലെ കർഷകരുടെ അവസ്ഥ? അല്ല, ഇതാണോ യഥാർത്ഥമായ പ്രശ്നം? നമുക്കറിയാം, നമ്മുടെ ഇന്നലത്തെ സാമ്പത്തിക സർവേ റിപ്പോർട്ട് നമ്മൾ പരിശോധിക്കുമ്പോൾ 16% GDP കോൺട്രിബ്യൂട്ട് ചെയ്യുന്നത് കർഷക വിഭാഗങ്ങളിൽ നിന്നാണ്. ആ 16 ഇന്ത്യയുടെ പൊതു ബഡ്ജറ്റ്, അതായത് പൊതുവായിട്ടുള്ള GDP-യിൽ 16% നൽകുന്ന അല്ലെങ്കിൽ നമ്മുടെ ജനസംഖ്യയുടെ 45% ആളുകൾ കാർഷിക വൃത്തിയുമായി ബന്ധപ്പെട്ടാണ് ജീവിക്കുന്നത്. അങ്ങനെയുള്ള ഒരു കാർഷിക രാജ്യത്ത് കർഷകരെ പരിപൂർണമായിട്ടും എന്താണ് ഈ ബഡ്ജറ്റ് എന്ത് ചെയ്തേക്കുവാണ്? അവഗണിച്ചിരിക്കുകയാണ്. കൃഷിക്കാരെ സംബന്ധിച്ചിടത്തോളം ആകെ പറയുന്നത് എന്താണ്? കിസാൻ ക്രെഡിറ്റ് കാർഡിന്റെ പരിധി എന്തോ 3 ലക്ഷം എന്നുള്ളത് 5 ലക്ഷമാക്കി. ഇതൊക്കെ ആരെയാണ് സഹായിക്കുന്നത്? ഇവിടെ കോർപ്പറേറ്റുകളെ സംബന്ധിച്ചിടത്തോളം കോവിഡിന് ശേഷം, സാർ നമുക്കറിയാം, കോവിഡിന് ശേഷം എത്ര കോർപ്പറേറ്റ് ടാക്സുകൾ ഇളവ് ചെയ്തു. അതൊന്നും തന്നെ വർദ്ധിപ്പിക്കാൻ തയ്യാറാകുന്നില്ല. ഇന്ന് കൊട്ടിഘോഷിപ്പിക്കുന്നത് എന്താണ്? ഈ പറയുന്ന രീതിയിൽ എന്താണ് 12 ലക്ഷം എന്ന് പറയുന്ന ആദായ നികുതിയിലാക്കി സർക്കാർ എന്ത് ചെയ്യുന്നു? 1 ലക്ഷം കോടി രൂപ നഷ്ടം സഹിച്ചു എന്നാണ് പറയുന്നത്. പക്ഷെ നമ്മൾ മനസ്സിലാക്കണം, ഈ ഇടക്കാല ബഡ്ജറ്റിൽ കോവിഡിന് ശേഷമൊക്കെ ഉള്ള ബഡ്ജറ്റുകളിലായി 3 ലക്ഷം കോടിയിലേറെയാണ് കോർപ്പറേറ്റുകളെ ലാഭം ഉണ്ടാക്കുന്ന തരത്തിലുള്ള ഇളവുകൾ കൊടുത്തിട്ടുള്ളത്. അതിനെക്കുറിച്ച് എന്താണ് വിസ്മരിക്കുകയാണ്. അപ്പോൾ ഇവിടെ പൊതുജനങ്ങൾ, ഇവിടെ മധ്യവർത്തി ആളുകളും അല്ലെങ്കിൽ സമ്പന്നരാളുകളും മാത്രമേ ഇന്ത്യയിലുള്ളൂ എന്നുള്ളൊരു കൺസെപ്റ്റ് പ്രകാരമാണോ ഈ ബഡ്ജറ്റ് ഉണ്ടാക്കിയതെന്ന് നമ്മൾ തെറ്റിദ്ധരിപ്പിച്ചു പോകും. കാരണം നമ്മുടെ ലോക ആരോഗ്യ സംഘടനയുടെയും അല്ലെങ്കിൽ ഐക്യരാഷ്ട്ര സംഘടനയുടെ ഒക്കെ കണക്ക് പരിശോധിച്ച് നോക്കുമ്പോൾ 11 കോടി ആളുകൾ അതിദരിദ്രരാണ്. ദാരിദ്ര്യരേഖയ്ക്ക് താഴെയുള്ളവരല്ല. 11 കോടി ആളുകൾ ഇന്ത്യയിൽ അതിദരിദ്രരാണ്, ദാരിദ്ര്യരേഖയ്ക്കും താഴെയുള്ള ആളുകളാണ്. അപ്പോൾ അങ്ങനെയുള്ള ഒരു രാജ്യത്താണ് മധ്യവർഗത്തിനും അല്ലെങ്കിൽ സമ്പന്ന വിഭാഗങ്ങൾക്കും കോർപ്പറേറ്റുകൾക്കും മാത്രമായിട്ട് ഒരു ബഡ്ജറ്റ് അവതരിപ്പിക്കുകയും അല്ലെങ്കിൽ BJPക്ക് വോട്ട് നേടുന്ന സ്ഥലങ്ങളിൽ മാത്രം ബഡ്ജറ്റ് അവതരിപ്പിക്കുകയും ഈ പറയുന്ന രീതിയിലേക്ക് ജനങ്ങളെ ഭിന്നിപ്പിക്കുന്ന അല്ലെങ്കിൽ ഈ പറയുന്ന ഇന്ത്യയുടെ ഫെഡറൽ സംവിധാനത്തെ ഇല്ലാതാക്കുന്ന തരത്തിൽ ഈ സംസ്ഥാനങ്ങളെ തമ്മിലടിപ്പിക്കുന്ന രീതിയിൽ വൈരാഗ്യത്തിലേക്ക് കൊണ്ടുവരുന്ന രീതിയിലേക്കാണ് ഈ ബഡ്ജറ്റ് കാണാൻ സാധിക്കുന്നത്.